നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, വിക്രം തന്റെ പ്രണയാഭിനയത്തിലൂടെ വർഷയെ കയ്യിലെടുത്തു കഴിഞ്ഞു. നല്ല ഒന്നാന്തര അഭിനയാണ് അവൻ ആടി തിമിർക്കുന്നത്. മുഖം മൂടി അണിഞ്ഞ് ചെന്നായിയാണ് അവനെന്ന് ആ പാവം വർഷയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഈശ്വര. എന്റെ ഭാര്യ എനിക്ക് അനുകൂലമായി വീറോടെ സംസാരിക്കുന്നു. അവൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. സംശയത്തിന്റെ ഒരു തരി പോലും ഇല്ല അവൾക്ക്. വർഷ നീ എന്തോന്നും മിണ്ടാത്തെ? എന്തു പറ്റി നിനക്ക്? സോറി ചേച്ചി, ഏട്ടൻ വന്നു, നമുക്ക് പിന്നീട് സംസാരിക്കാം. വർഷ പൂർണ്ണമായിട്ട് അയാളുടെ ചതിക്കുഴിയിൽ പെട്ടുകഴിഞ്ഞു. അവളെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം അടയുകയാണല്ലോ ഈശ്വര. അല്ല, എന്താ നിന്റെ വന്ദന ചേച്ചി ഫോണിലൂടെ പറഞ്ഞത്? ഏട്ടാ, ചേച്ചി പറഞ്ഞത് കേൾക്കുമ്പോ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഏട്ടന്റെ കമ്പനിയിൽ ഇല്ലീഗൽ മരുന്നിന്റെ ബിസിനസ് ഉണ്ടെന്ന് ആരോ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ചേച്ചി അറിഞ്ഞത് ശരിയാണ്. എനിക്ക് ഇല്ലീഗൽ മരുന്നിന്റെ ബിസിനസ് ഉണ്ട്. സത്യമാണോ ഏട്ടൻ പറയുന്നത്? അതെ. അതിന് നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ആയുർവേദത്തില് ഇതൊക്കെ ചേർത്താണ് ചില ഔഷധങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾ തോന്നിയ മാതിരി കസ്റ്റമേഴ്സിന് കൊടുക്കാറില്ല. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് കൊടുക്കാറുള്ളൂ. പൂർണ്ണമായും സർക്കാർ നിയമം പാലിച്ചാണ് ആ ബിസിനസ് നടക്കുന്നത്. കടകൾ വഴി ആ മരുന്ന് വിൽക്കാറുമില്ല. ഈ പറഞ്ഞത് രഹസ്യമായിട്ടുള്ള ഒരു ഇല്ലീഗൽ മെഡിസിൻ കച്ചവടമാണെന്ന് വർഷയ്ക്ക് തോന്നുന്നുണ്ടോ? സർക്കാർ നിയന്ത്രണം പാലിച്ച് ഡോക്ടേഴ്സിന്റെ കുറിപ്പടി പ്രകാരമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ചേച്ചിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. 100% അങ്ങനെ തന്നെ ആയിരിക്കും. വന്ദന ചേച്ചി ഒരു നല്ല സ്ത്രീയാണ്. സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ അവരെ കാണുന്നത്. അവരോട് എനിക്ക് ഒരു ദേഷ്യമില്ല വർഷേ. അങ്ങനെ തന്നെ ആയിരിക്കണം. എന്റെ ചേച്ചി ശുദ്ധ പാവം ഏട്ടാ. തീർച്ചയായും. അവരുടെ തെറ്റിദ്ധാരണയും മുൻചൂണ്ടിയൊക്കെ എന്റെ മൂത്ത ചേച്ചിക്ക് അവകാശപ്പെട്ട ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അനാഥനായ എനിക്ക് തരുന്ന സ്നേഹമുള്ള ശാസനകളായി ഞാനതിനെ കണ്ടോളാം. അത് പോരെ വർഷേ? മതി, എനിക്കത് മതി. അയ്യോ, ഞാൻ പാലടുപ്പിൽ വെച്ചേക്കുവാ, തിളച്ച് തൂകും. പക്ഷേ വന്ദന അവളെ എങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അത് ശരി, മാധവേട്ടൻ ഉണർന്നു കിടക്കായിരുന്നല്ലേ? എന്ത് കിടപ്പാ ഇത്? എഴുന്നേറ്റേ, എഴുന്നേറ്റ് ചായ കുടിക്ക്. ചായ കുടിക്ക. മാധവേട്ട, ഇത് ശരിയാവില്ല. രാവിലെ എഴുന്നേറ്റ് മുടങ്ങാതെ ജോഗിങ്ങിന് പോകുന്ന ആളല്ലേ? ഇപ്പൊ എല്ലാം ഒതുക്കി മടി പിടിച്ചിരിക്കുവല്ലേ? ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളല്ലേ ജീവിതത്തില്. ആ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ചിട്ടയൊക്കെ തെറ്റിപ്പോയി.
മാത്രമല്ല കൂടെ ഉള്ളവരാരും ഇപ്പൊ അങ്ങനെ വരുന്നുമില്ല. എന്തിനാ മാധവേട്ട നമ്മുടെ അലസതയുടെ പഴി മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്? ഓ, മാധവേട്ട നാളെ മുതല് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു. ആ ശരി. മാധവനെന്നും ചന്ദ്രിക അനുസരിച്ചിട്ടില്ലേ ഉള്ളൂ. ദേ വേണ്ട. അത്രയ്ക്ക് കഴിവ് കെട്ട ഒരാളൊന്നും അല്ല എന്റെ അച്ഛൻ. പോടി എവിടുന്ന്. ആ ഹലോ. ആ ഏ എന്താ മാധവേട്ട? എനിക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. എന്താ അച്ഛ പ്രശ്നം? അച്ഛൻ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. മാധവേട്ട എന്താണ് പ്രശ്നം ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. അല്ല, അത് നമ്മുടെ വീട് വെക്കാനിരുന്ന പ്ലോട്ടില്. നമ്മള് വീട് വെക്കാനിരുന്ന പ്ലോട്ടില് പറയച്ചാ. അത് അവിടെ ആരൊക്കെ വന്ന് എന്തൊക്കെയോ ചെയ്തു. എന്ത് ചെയ്തു? മാധവേട്ടനെ ആരാ വിളിച്ചറിയിച്ചേ? എന്റെ ഒരു സുഹൃത്ത്, അവൻ നടക്കാൻ ഇറങ്ങിയപ്പോ കണ്ടതാ. എന്ത്? അവരവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കണം. ഞാനൊന്ന് പോയിട്ട് വരാം. അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും കൂടെ വരാം. അച്ഛൻ പെട്ടെന്ന് റെഡിയാവും. വേണ്ട, മോള് വരണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാം. അത് ശരിയാവില്ല, ഞാനും വരാം. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് വീടിന്റെ ഫ്രണ്ട് വരേണ്ടത്. അപ്പോൾ തറക്കല്ലിടുന്നത് ദേ ആ ഭാഗത്തായിട്ടാണ്. നല്ല ലക്ഷണമൊത്ത ഭൂമിയാണ്. ഇവിടെ വീട് വെച്ചാൽ ദോഷമൊന്നും ഉണ്ടാവില്ല. ധനാഭിവൃദ്ധി ഉണ്ടാവുമെന്നാ ലക്ഷണശാസ്ത്രം പറയുന്നത്. ആ മോളെ വേഗം വാ. നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നേ? ഇത് ഞങ്ങളുടെ സ്ഥലമാ. ഇവിടെ 3 നില കെട്ടിടം പണിയാനാ ഞങ്ങളുടെ പദ്ധതി. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അന്യരുടെ ഭൂമി സ്വന്തമാണെന്നൊക്കെ പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.